കോൺഗ്രസിന് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ പ്രതീക്ഷയുള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. നിരവധി സർവേകളും കോൺഗ്രസിന് വാനോളം പ്രതീക്ഷ നൽകുന്ന സംസ്ഥാനം കൂടിയാണ്. പക്ഷേ അവിടെ നിന്ന് വരുന്ന വാർത്ത അത്ര ശുഭകരമല്ല. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമൊക്കെ ആയിരുന്ന അശോക് ചവാൻ പാർട്ടി വിട്ട് BJP-യിൽ ചേർന്ന് രാജ്യസഭ MP ആയി മത്സരിക്കുന്നു. തൊട്ടു പിന്നാലെ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവും MLA-യുമായ അമിത് ദേശ്മുഖ് കോൺഗ്രസ് വിടുന്നു എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസ് വിട്ട് അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. BJP-യിലേക്കാണോ ശിവസേനയിലേക്കാണോ എന്നറിയില്ല. ഏതായാലും അദ്ദേഹം കോൺഗ്രസ് വിടുന്നു എന്നുള്ളതാണ്. ഈ വാർത്തയ്ക്ക് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. ഇന്നലെ വിലാസ് റാവ് ദേശ്മുഖിൻ്റെ ഒരു അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഒരു പോകുന്നതിനെക്കുറിച്ച് സൂചന നൽകി. ഈ ചടങ്ങിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ ഇരിക്കുമ്പോൾ തന്നെയാണ് അമിത് ദേശ്മുഖ് പറഞ്ഞത്, ഈ നാടിന് വേണ്ടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിനുള്ള സമയമായി വരുന്നു എന്നുള്ളത്. നേരത്തെ തന്നെ ഇദ്ദേഹം പാർട്ടി വിടുമെന്നുള്ളൊരു സൂചന നൽകിയിരുന്നു. ഇന്നലെ പരസ്യമായി തന്നെ ഈ കോൺഗ്രസിന് അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു രീതിയിലേക്ക് അദ്ദേഹം പറഞ്ഞത്. അതിനർത്ഥം മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ അടപടലം BJP-യിലേക്കോ ഇല്ലെങ്കിൽ ശിവസേന ഷിൻഡെ പക്ഷത്തേക്കോ പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.